അവസാനത്തെ ലോഡുമായി ലോറി പോയപ്പോഴാണ് അമ്മ മരിച്ച വിവരം ഞാൻ അറിയുന്നത്. ഓടിക്കിതച്ചുകൊണ്ട് വന്ന കുട്ടനോട് പോയിക്കോളൂവെന്നും വന്നോളാമെന്നും ഞാൻ പറഞ്ഞു. ഷർട്ടിന്റെ ചുമലിൽ നിന്ന് ചെങ്കൽപ്പൊടികൾ തട്ടിക്കളഞ്ഞ് രമേശന്റെ കൂടെ ഞാൻ തോട്ടിലേക്ക് നടന്നു. അമ്മയൊരു രാക്ഷസിയായിരുന്നു. അച്ഛനോടുള്ള സകല ദേഷ്യവും ഉരുട്ടിത്തന്നാണ് അമ്മ എന്നെ വളർത്തിയത്. അബദ്ധത്തിൽ കുരുത്തതാണ് ഞാനെന്ന തലത്തിൽ വരെ അമ്മ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മരിക്കട്ടെ, ഞാൻ എന്തിനു പോകണം? 3 വർഷം മുമ്പ് അച്ഛൻ ഇതുപോലെ എങ്ങാണ്ടോ കിടന്ന് മരിച്ചതറിഞ്ഞിട്ടും ഞാൻ പോയില്ലല്ലോ. നീ പോണം, പോയേ പറ്റൂ. പരസ്പരം ഒന്നും മിണ്ടാതെ നടക്കുന്നതിനിടയിൽ രമേശൻ പറഞ്ഞതാണ്. കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ പോകില്ല എന്ന് അവൻ ഊഹിച്ചു കാണണം. അപ്പോഴേക്കും തോട്ടിലേക്കെത്തി. കഴുത്തോളം വെള്ളമുള്ള ആ ഒഴുക്കിലേക്ക് 2 പേരും ഉടുപ്പോടെ എടുത്തു ചാടുകയും ചെയ്തു. ഒരു 13 വയസ്സുകാരന്റെ നെഞ്ചു പൊട്ടും വിധം ഒരു അമ്മയ്ക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരു രാക്ഷസി തന്നെയാണ്. ആ രാത്രിയെ എനിക്ക് ഇന്നും ഓർത്തെടുക്കാൻ. കാരണം എന്തായിരുന്നുവെന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും അമ്മ എന്നെ പൊതിരെ തല്ലി. കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ചെറിഞ്ഞ് സ്വന്തം തല മനഃപൂർവ്വം ചുമരിലിടിച്ചു. മനുഷ്യർക്ക് ഭ്രാന്തി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കാണുന്നത് പോലെ. എല്ലാം കൊണ്ട് സഹികെട്ടിട്ടായിരിക്കണം ആ 13 വയസ്സുകാരൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതും അമ്മാവന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചതും. അമ്മ തിരിഞ്ഞു വന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കൂടെ പോയതുമില്ല. എനിക്ക് അമ്മയെ വേണ്ട, പറഞ്ഞയക്കല്ലേ എന്ന എൻ്റെ അപേക്ഷ അമ്മാവൻ കേൾക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ വളർന്നു. അമ്മാവന്റെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം വീണ്ടും മാറി. 10ൽ തോറ്റുപോയ ഞാൻ എൻ്റെ 17ാമത്തെ പ്രായത്തിൽ പണയിലെത്തിച്ചേരുകയായിരുന്നു. ചെങ്കല്ല് കൊത്തിയെടുക്കുന്ന ആ താഴ്ചയിൽ ഒരു ഷെഡുണ്ട്. അതിനകത്തായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം. എന്തായാലും നീ അവിടം വരെ ഒന്ന് പോയിട്ട് വാ. പാലത്തിലേക്ക് കയറി തുണിയെല്ലാം അഴിച്ചു പിഴിയുമ്പോൾ രമേശൻ വീണ്ടും പറഞ്ഞു. തോട്ടിൽ കുളിച്ചതുകൊണ്ടാണോ, പേരിന് മാത്രം ഉണ്ടായിരുന്ന അമ്മ മരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കണ്ണിന് ചെങ്കല്ലിന്റെ നിറം വന്നിരുന്നു. ഞങ്ങൾ നടന്നു. താനും കൂടെ വരാമെന്ന് രമേശൻ പറഞ്ഞു. എങ്കിൽ പിന്നെ പോയേക്കാമെന്ന് എനിക്കും തോന്നി. അവൻ അമർത്തി പറയുന്നതൊന്നും കേൾക്കാതിരിക്കാൻ എനിക്ക് സാധിക്കാറില്ല. അന്ന് അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തുണയായത് പണയിലെ ജോലിയും രമേശനുമാണ്. ഒരുമിച്ച് പഠിച്ചു തോറ്റവരായ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഷെഡിന്റെ അരികിൽ അടുപ്പ് കൂട്ടി സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കാമെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ രമേശൻ സമ്മതിച്ചില്ല. എനിക്കായുള്ള ഭക്ഷണം തൻ്റെ വീട്ടിൽ നിന്നും ഷെഡിലേക്ക് അവൻ എന്നും കൊണ്ടുവരും. ലോകത്തോട് ഞാൻ കൊഞ്ഞനം കുത്താതിരിക്കുന്നതിൻ്റെ ഒരേയൊരു കാരണം ജീവിതം രമേശന് തന്നല്ലോ എന്ന സ്മരണ കൊണ്ട് മാത്രമാണ്. ഞാൻ പണയിലെ ഷെഡിലേക്കും രമേശൻ ദൂരെയല്ലാതെയുള്ള അവൻ്റെ വീട്ടിലേക്കും നടന്നു. തുണികളെല്ലാം കുടഞ്ഞ് അയലിലിട്ട് ഞാൻ വേഷം മാറി. അപ്പോഴേക്കും രമേശനും വന്നു. അങ്ങനെ മരിച്ചു കിടക്കുന്ന അമ്മയെ കാണാൻ 13ാം വയസ്സിൽ ഞാൻ ഇറങ്ങി ഓടിയ ആ വീട്ടിലേക്ക് ഞങ്ങൾ നടന്നു. കർമ്മങ്ങളൊക്കെ നീ തന്നെ ചെയ്യേണ്ടി വരും. എന്തൊക്കെയായാലും നിന്റെ അമ്മയല്ലേ. എൻ്റെ രമേശ, നീ ഒരുത്തൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അമ്മയാണത്രേ. പിന്നെ അവൻ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എന്തു പറയാനാണ്? ഞെക്കിക്കൊന്നില്ലല്ലോ എന്ന നന്ദി മാത്രമേ ആ സ്ത്രീയോട് എനിക്കുള്ളൂ. അച്ഛനോട് യാതൊരു വികാരവുമില്ല. എത്ര കരഞ്ഞാലും ഞാൻ തറയിൽ തന്നെയാണെന്ന കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ മാത്രമാണ് അമ്മയുമായി എന്നിലുള്ളത്. ഒരിക്കൽ പോലും അമ്മ എൻ്റെ ബോധത്തിൽ തലോടിയിട്ടില്ല. പരസ്പരം കാണുകയോ അന്വേഷിക്കുകയോ ആവശ്യമില്ലാത്ത അപരിചിതരായി ഞങ്ങൾ പതിയെ മാറുകയായിരുന്നു. അച്ഛനായാലും അമ്മയായാലും ഞാൻ ജനിക്കാൻ കാരണമായ ആരോ 2 പേർ എന്നതിലുപരി ഇവർക്കൊന്നും ജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ തലയുടെ ഉള്ളറകളിൽ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ ഉറവ കൊള്ളുന്നത് പോലെ. അതിൽ മിക്കതും എല്ലാവർക്കും എന്ന പോലെ ഒരു കുടുംബം എനിക്കും ഉണ്ടായിരുന്നുവെങ്കിലെന്ന ആഗ്രഹങ്ങൾ തന്നെ ആയിരിക്കണം. യാഥാർത്ഥ്യവുമായി മാറ്റുരച്ചാൽ തെറിക്കുന്ന നിരാശകൾ തന്നെയായിരിക്കണം.
വീടെത്തി. രമേശൻ പോയി അന്വേഷിച്ചപ്പോൾ ബോഡി ആശുപത്രിയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. കണ്ടാൽ വിടരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ അമ്മാവന്റെ മകൻ കുട്ടൻ പറഞ്ഞതാണ്. രമേശനോട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നു. രമേശൻ സമ്മതിച്ചില്ല. നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ദീപന്റെ ഓട്ടോയിൽ ഇരുത്തി. അത് ഞങ്ങളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ചലിച്ചു. ഒരു കാര്യം ഓർക്കുമ്പോൾ സമാധാനമുണ്ട്. നിനക്ക് ആരൊക്കെ ഉണ്ടെന്ന ചോദ്യങ്ങൾ കൊള്ളുമ്പോൾ വിയർക്കാതെ ഇനി ആരുമില്ലെന്ന് പറയാം. ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്ന ഗതികേടിൽ നിന്ന് മോചനം കിട്ടിയെന്ന സന്തോഷത്തോടെയാണ് ആശുപത്രിയുടെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചത്. അതും അമ്മാവന്റെ മുന്നിലേക്ക്. എവിടെയും പോകരുത്, വെളിപ്പുറത്തുണ്ടാകണം എന്നും പറഞ്ഞ് അമ്മാവൻ കൂടെയുള്ളവരുമായി മാറി നിന്ന് സംസാരത്തിലേർപ്പെട്ടു. മോർച്ചറിയിൽ നിന്ന് ബോഡി വിട്ടുകിട്ടിയില്ല. അന്വേഷിച്ചപ്പോൾ നാളെ ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ചവരെ എപ്പോൾ കിട്ടിയാൽ എന്താ എന്ന ചിന്തയിൽ ഒരു തൂണും ചാരി കൂട്ടത്തിൽ കലരാതെ ഞാൻ നിന്നു. അമ്മാവനെ കണ്ടപ്പോൾ ഇറക്കിയിട്ട മുണ്ട് വീണ്ടും മാടിക്കെട്ടുമ്പോഴാണ് മോർച്ചറിയുടെ സെക്യൂരിറ്റിക്കാരൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അയാൾ വിടുന്ന ലക്ഷണമില്ല. ഒരു 90 അടിക്കാനുള്ള കാശ് തരുമോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അകത്ത് കിടക്കുന്ന ഒരാളുടെ ബോഡി പുറത്തേക്ക് എത്തിക്കാമോ എന്ന് ഞാനും ആരാഞ്ഞു. ഇവരൊക്കെ കാത്തു നിൽക്കുന്ന സ്ത്രീയുടെ ബോഡിയാണോ? അതേ എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ത്രീയുടെ ആരാണ് നിങ്ങളെന്ന് മൂക്ക് ചൊറിഞ്ഞുകൊണ്ടാണ് അയാൾ ചോദിച്ചത്. അപ്പോഴേക്കും അമ്മാവൻ ഉൾപ്പെടുന്ന കൂട്ടത്തിൽ സംസാരിച്ചു നിന്നിരുന്ന രമേശൻ അടുത്തേക്ക് വന്നു. ഇപ്പോൾ പോകാമെന്നും രാവിലെ വരാമെന്നും അവൻ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ ആരാ ആ സ്ത്രീ? ദീപന്റെ ഓട്ടോയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ എന്നോട് ആ സെക്യൂരിറ്റിക്കാരൻ വീണ്ടും ചോദിച്ചു. ഒരു നേർത്ത ചിരിയോടെ മുന്നേ നടന്ന രമേശൻ കേൾക്കാതെ പതിയെയാണ് ഞാനത് പറഞ്ഞത്. അമ്മ. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ.